കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി കണ്ണൂരിൽ നടത്തിയ പ്രസംഗം കേരള രാഷ്ട്രീയത്തിൽ ഒരു ഭൂകമ്പം തന്നെ ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. മന്ത്രിസ്ഥാനം ഒഴിയാനുള്ള തന്റെ ശക്തമായുള്ള ആഗ്രഹം പരസ്യമായി പ്രകടിപ്പിച്ച സുരേഷ് ഗോപി എന്നെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടത് തികച്ചും അസാധാരണമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗം കൂടിയാണ്. അധികാരവും പദവിയും കൊതിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ കിട്ടിയ പദവി വേണ്ടെന്ന് വെക്കാൻ ഒരുങ്ങുന്ന സുരേഷ് ഗോപിയുടെ നിലപാട് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിലെ കലാകാരന്റെ സത്യസന്ധതയും പ്രായോഗികമായിട്ടുള്ള വെല്ലുവിളികളെയും തുറന്നു കാട്ടുകയാണ്. അല്ലെങ്കിലും സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയം ചേരില്ല എന്ന അഭിപ്രായം പൊതുജനങ്ങൾക്കിടയിൽ പൊതുവെയുണ്ട്. തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ തനിക്ക് മന്ത്രിയാകാൻ താല്പര്യമില്ലെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നുവെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു ലോക്സഭാ MP എന്ന നിലയിൽ താൻ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾക്ക് തുടരാൻ താൻ തയ്യാറാണ്. എന്നാൽ കേന്ദ്രമന്ത്രി എന്ന അധിക ചുമതല തന്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിന് ഭീഷണിയാകുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ഈ പ്രസ്താവന രാഷ്ട്രീയ പദവികളും വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യവും തമ്മിലുള്ള സംഘർഷത്തെക്കുറിച്ചുള്ള ദേശീയ ചർച്ചകൾക്ക് തുടക്കം ഇട്ടിരിക്കുകയാണ്. സുരേഷ് ഗോപി മന്ത്രിസ്ഥാനം ഒഴിയാനുള്ള പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് തന്റെ വരുമാന മാർഗം നിലച്ചുപോയി എന്നതാണ്. സിനിമാ അഭിനയമാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്. കേന്ദ്രമന്ത്രിയായി ചുമതലയേറ്റതോടെ ഈ അഭിനയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്യുന്നില്ല. തന്റെ കുഞ്ഞുങ്ങൾ എവിടെയും എത്തിയിട്ടില്ലെന്നും പണം ഇനിയും സമ്പാദിക്കണമെന്നും വരുമാനം നിലച്ചു പോകാൻ പാടില്ല എന്നും അദ്ദേഹം വികാരഭരിതനായിട്ട് അങ്ങനെ പറയുന്നുണ്ട്. അഭിനയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി കുടുംബത്തിന് വേണ്ടി സമ്പാദിക്കേണ്ട ഉത്തരവാദിത്തം അദ്ദേഹത്തിനുണ്ട്. കൂടാതെ തന്റെ വരുമാനത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളെ സഹായിക്കേണ്ട ബാധ്യതയും തനിക്കുണ്ട്. ഈ സാമൂഹിക കടപ്പാടുകൾ നിർവഹിക്കാൻ നിലവിലെ മന്ത്രി പദവി തടസ്സമാണ്. മന്ത്രിസ്ഥാനം എന്നത് ഒരു മുഴുവൻ സമയ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ സിനിമയെ പൂർണ്ണമായും ഒഴിവാക്കേണ്ടി വരും. ഈ സാഹചര്യത്തിലാണ് സ്വന്തം കുടുംബത്തിന്റെ സാമ്പത്തിക സുരക്ഷയ്ക്ക് വേണ്ടി അദ്ദേഹം മന്ത്രിസ്ഥാനം ഒഴിയാൻ തയ്യാറെടുക്കുന്നത്. BJP രാഷ്ട്രീയത്തിൽ താൻ ഏറ്റവും ഇളയ അംഗമാണ് എന്ന് സുരേഷ് ഗോപി ആത്മാർത്ഥമായി സമർത്ഥിക്കുകയാണ്. 2016 ഒക്ടോബർ 28-നാണ് താൻ BJP-യിൽ അംഗമെടുത്തതെന്നും താല്പര്യമില്ലാതിരുന്നിട്ടും 6 മാസത്തിനുള്ളിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അത് ചെയ്യുകയായിരുന്നു എന്നും അദ്ദേഹം വിശദീകരിച്ചു. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വലിയ മുൻപരിചയമില്ലാത്ത തനിക്ക് മന്ത്രിസ്ഥാനം നൽകിയതിൽ അദ്ദേഹം അത്ഭുതം കൂറുകയാണിപ്പോൾ. ഇത് തൃശ്ശൂരിലെ വിജയത്തിന് പാർട്ടി നൽകിയ അംഗീകാരമാകാമെന്നും കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ BJP ലോക്സഭാ MP എന്ന നിലയിൽ പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടാകാമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തന്റെ ഈ തുറന്നു പറച്ചിൽ കേന്ദ്ര മന്ത്രിസഭയിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ചുള്ള ചില സൂചനകൾ നൽകുകയാണ്. സാധാരണഗതിയിൽ മുതിർന്ന നേതാക്കൾക്ക് ലഭിക്കേണ്ട പദവി തനിക്ക് ലഭിച്ചതിലുള്ള വിനയം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിലുപരി ജനങ്ങൾക്കിടയിൽ തനിക്ക് സ്വീകാര്യതയാണ് ഇതിന് കാരണമെന്ന് അദ്ദേഹം പരോക്ഷമായി സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. മന്ത്രിസ്ഥാനം ഒഴിയാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചതിന് തൊട്ട് പിന്നാലെ തനിക്ക് പകരക്കാരനായി BJP-യിലെ മുതിർന്ന നേതാവായിട്ടുള്ള സദാനന്ദൻ മാസ്റ്ററെ സുരേഷ് ഗോപി നിർദ്ദേശിച്ചത് ശ്രദ്ധേയമാവുകയും ചെയ്തു. തന്നെ ഒഴിവാക്കി സദാനന്ദൻ മാസ്റ്ററെ മന്ത്രിയാക്കിയാൽ അതൊരു പുതിയ ചരിത്രമാകുമെന്ന് സുരേഷ് ഗോപി അഭിപ്രായപ്പെട്ടു. ഈ നിർദ്ദേശം ഒരു രാഷ്ട്രീയ തന്ത്രം കൂടിയാണ്. തന്റെ മന്ത്രിസ്ഥാനം വഴി താൻ ലക്ഷ്യമിട്ട പൊതുസേവനങ്ങളും വികസന പദ്ധതികളും നടപ്പാക്കാൻ സദാനന്ദൻ മാസ്റ്ററെ പോലുള്ള ഒരു മുതിർന്ന നേതാവിന് സാധിക്കുമെന്നും അദ്ദേഹം വിശ്വസിക്കുകയാണ്. ഇതിനെ തന്റെ സ്വാർത്ഥത എന്ന് വിളിക്കാൻ അദ്ദേഹം മടിച്ചിട്ടുമില്ല. താൻ ഒഴിഞ്ഞുകൊടുത്ത സ്ഥാനം എന്ന് പറഞ്ഞ് താൻ ചെയ്യേണ്ട കാര്യങ്ങൾ കൂടി അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റുമെന്ന സ്വാർത്ഥതയാണ് അതിലൂടെ സുരേഷ് ഗോപി ലക്ഷ്യമാക്കുകയും ചെയ്തത്. ഈ നിർദ്ദേശം BJP കേന്ദ്ര നേതൃത്വത്തിന് ഒരു രാഷ്ട്രീയ സന്ദേശം കൂടി നൽകുന്നുണ്ട്. കേരളത്തിലെ പ്രാദേശിക നേതൃത്വത്തിൽ കൂടുതൽ സ്വാധീനമുള്ള നേതാക്കൾക്ക് അവസരം നൽകുന്നത് സംസ്ഥാന പാർട്ടിക്ക് കൂടുതൽ ഗുണം ചെയ്യും എന്നത് സൂചന കൂടിയാണ്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ നിന്നുള്ള സുരേഷ് ഗോപിയുടെ വിജയം BJPക്ക് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയൊരു മൈലേജ് ആണ് നൽകിയത്. കേരളത്തിൽ നിന്ന് BJPക്ക് ലഭിക്കുന്ന ആദ്യ ലോക്സഭാ MP എന്ന നിലയിൽ ഈ വിജയം സംസ്ഥാന രാഷ്ട്രീയത്തിലും ചരിത്രത്തിൽ ഇടം നേടുകയും ചെയ്തു. ദീർഘകാലത്തെ പരിശ്രമങ്ങൾക്കൊടുവിൽ BJP കേരളത്തിൽ നേടി ഈ ചരിത്രപരമായിട്ടുള്ള വിജയം അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രിസ്ഥാനം ലഭിക്കുന്നതിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സംസ്ഥാനത്ത് പാർട്ടിക്ക് പുതിയ ഊർജ്ജം നൽകിയ ഈ വിജയത്തിന് അർഹമായിട്ടുള്ള അംഗീകാരം നൽകുക എന്ന രാഷ്ട്രീയ ഉത്തരവാദിത്വം കേന്ദ്ര നേതൃത്വത്തിനുണ്ടായിരുന്നു. സുരേഷ് ഗോപിയുടെ ഈ പ്രസംഗം BJP കേന്ദ്ര നേതൃത്വത്തിന് ഒരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. ഒന്നാമതായി തൃശ്ശൂരിൽ വിജയിച്ച് BJPക്ക് വഴിത്തിരിവ് നൽകിയ ഒരു നേതാവ് മന്ത്രിസഭയിൽ നിന്ന് ഒഴിയാൻ ആഗ്രഹിക്കുന്നത് പാർട്ടിയുടെ വിജയത്തിന്റെ ശോഭ കെടുത്തും. രണ്ടാമതായി മന്ത്രിസഭാ പുനഃസംഘടനയെക്കുറിച്ചും മന്ത്രിമാരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളെക്കുറിച്ചും ഒരു പരസ്യ ചർച്ചയ്ക്ക് ഇത് വഴി തുറന്നിരിക്കുകയാണ്. സുരേഷ് ഗോപിയുടെ ആവശ്യം കേന്ദ്ര നേതൃത്വം അംഗീകരിക്കുമോ അതോ അദ്ദേഹത്തെ അനുനയിപ്പിച്ച് മന്ത്രിസഭയിൽ നിലനിർത്തുമോ എന്നാണ് ഇനി അറിയേണ്ടത്. അദ്ദേഹത്തിന് പകരക്കാരനായി സദാനന്ദൻ മാസ്റ്ററെ നിർദ്ദേശിച്ചത്
കേരളത്തിലെ പാർട്ടി ഘടകങ്ങൾക്ക് ശക്തമായിട്ടുള്ള ഒരു സന്ദേശം കൂടി നൽകുന്നുണ്ട്. അദ്ദേഹത്തെ മന്ത്രിയാക്കാനുള്ള ഏതൊരു നീക്കവും കേരളത്തിലെ മറ്റ് BJP നേതാക്കൾക്കിടയിൽ ചില രാഷ്ട്രീയ ചലനങ്ങൾ സൃഷ്ടിച്ചേക്കാം. സിനിമയിലും കലാരംഗത്തും സജീവമായി നിലനിൽക്കുന്ന ഒരു വ്യക്തിക്ക് രാഷ്ട്രീയത്തിലെ പ്രധാന പദവികൾ വഹിക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളുടെ പ്രതിഫലനമാണ് സുരേഷ് ഗോപിയുടെ ഈ വാക്കുകൾ. ഒരു നടൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന സാമ്പത്തിക സ്വാതന്ത്ര്യവും സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് സമയം ചെലവഴിക്കാനുള്ള സൗകര്യവും ഒരു കേന്ദ്രമന്ത്രിക്ക് ലഭ്യമല്ല. കേന്ദ്രമന്ത്രിയാകുമ്പോൾ ഓരോ നിമിഷവും ജനങ്ങൾക്കും സർക്കാരിനും വേണ്ടി സമർപ്പിക്കേണ്ടി വരികയാണ് അദ്ദേഹത്തിന്റെ സമയം. ഇത് അദ്ദേഹത്തിന്റെ വരുമാനം നിലനിർത്തുന്നതിനും കുടുംബപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനും തടസ്സമാവുകയാണ്. കലാകാരന്റെ ജീവിതവും രാഷ്ട്രീയക്കാരന്റെ ജീവിതവും തമ്മിലുള്ള ഈ സംഘർഷം അദ്ദേഹം പരസ്യമായി സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. സുരേഷ് ഗോപിയുടെ ഈ പ്രസ്താവനയ്ക്ക് പൊതുസമൂഹത്തിൽ നിന്ന് സമ്മിശ്ര പ്രതികരണമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അധികാരം വേണ്ടെന്ന് വെക്കാനുള്ള അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയെ പലരും പ്രശംസിക്കുന്നു. അതേസമയം ചരിത്രപരമായിട്ടുള്ള ഒരു വിജയം നേടിയിട്ട് കിട്ടിയ പദവി വേണ്ടെന്ന് വെക്കുന്നത് തൃശ്ശൂരിലെ ജനങ്ങളോട് കാണിക്കുന്ന കടുത്ത അനീതിയാണെന്ന് ചിലർ വാദിക്കുകയാണ്. എന്നാൽ വ്യക്തിപരമായിട്ടുള്ള സത്യസന്ധതയും തുറന്നു പറച്ചിലുകളും അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയ്ക്ക് കൂടുതൽ തിളക്കം നൽകിയിട്ടുണ്ട്. വരുമാനം നിലച്ചതിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിൽ സാധാരണക്കാർക്കിടയിൽ അദ്ദേഹത്തിന് സഹാനുഭൂതി വർദ്ധിപ്പിക്കാൻ കാരണമായി. സുരേഷ് ഗോപിയുടെ ഈ ആവശ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP കേന്ദ്ര നേതൃത്വവും എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതിൽ ആശ്രയിച്ചായിരിക്കും കേരള രാഷ്ട്രീയത്തിന്റെ ഭാവി. തൃശ്ശൂരിലെ വിജയത്തിന്റെ പ്രതീകമായിട്ടുള്ള സുരേഷ് ഗോപിയെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കുന്നത് പാർട്ടിക്ക് തിരിച്ചടിയാവാൻ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അനുനയിപ്പിച്ച് മന്ത്രിസ്ഥാനത്ത് നിലനിർത്താനാകും നേതൃത്വം കൂടുതൽ ശ്രമിക്കുക. അതല്ലെങ്കിൽ സിനിമാ അഭിനയത്തിന് കൂടുതൽ സമയം അനുവദിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേകമായിട്ടുള്ള ചില ഇളവുകൾ നൽകാനും സാധ്യതയുണ്ട്. എന്തായാലും ഈ വിഷയം കേരളത്തിലെ BJPക്കുള്ളിൽ മാത്രമല്ല NDAയുടെ രാഷ്ട്രീയ തന്ത്രങ്ങളിൽ തന്നെ ഒരു നിർണായകമായിട്ടുള്ള വഴിത്തിരിവുണ്ടാക്കുമെന്നത് തീർച്ചയാണ്. ഒരു സൂപ്പർ സ്റ്റാർ എന്ന നിലയിൽ സുരേഷ് ഗോപിക്കുള്ള ജനകീയ പിന്തുണ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നിർണായകമാണ്. തന്റെ വരുമാന മാർഗം സിനിമയാണെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത് രാഷ്ട്രീയ പദവികളെക്കാൾ തന്റെ സാംസ്കാരിക ജീവിതത്തിന് അദ്ദേഹം നൽകുന്ന മൂല്യം വ്യക്തമാക്കുകയാണ്. ഈ പ്രസ്താവന രാഷ്ട്രീയ പദവികൾ നേടുന്നതിലെ സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്ന മറ്റ് പല നേതാക്കളിൽ നിന്നും സുരേഷ് ഗോപിയെ വ്യത്യസ്തനാക്കുന്നുണ്ട്. സുരേഷ് ഗോപിയുടെ വാക്കുകൾ രാഷ്ട്രീയത്തിൽ ആത്മാർത്ഥമായിട്ടുള്ള പൊതുപ്രവർത്തനത്തിന് വേണ്ടി വരുന്ന വ്യക്തിപരമായിട്ടുള്ള ത്യാഗങ്ങളെക്കുറിച്ചുള്ള ഒരു വലിയ ചർച്ചകൾക്ക് ഇപ്പോൾ തുടക്കമിട്ടിരിക്കുകയാണ്.